ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു എൻസെനിലോപീഡിയ. ദൃശ്യം 3 ജീത്തു ജോസഫിൻ്റെ ദൃശ്യം ട്രിലോജിയിലെ തേർഡ് പാർട്ടാണ് ദൃശ്യം 3. സോ നമ്മൾ റിലീസിൻ്റെ സെക്കൻഡ് തന്നെ പോയി തിയേറ്ററിൽ നിന്ന് കണ്ടു വന്നിരിക്കുകയാണ്. സോ ഒരു ദിവസം ഡിലേ എടുക്കേണ്ടി വന്നു റിവ്യൂവിന്. ഇപ്പോൾ എന്തായാലും നമുക്ക് പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ, ഡിഡ് ദ ജീത്തു ജോസഫ് മാജിക് വർക്ക്ഡ് അഗെയിൻ? കാരണം ദൃശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എത്രത്തോളം ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസിയാണ്. കാരണം ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ലോകമെമ്പാടുമുള്ള ഈവൻ ചൈനീസ് ഇൻഡസ്ട്രി വരെ എടുത്ത് റീമേക്ക് ചെയ്തൊരു മലയാളം പടമാണ്. പിന്നെ ഹിന്ദി, കന്നഡ, തമിഴ്, തെലുങ്ക് അങ്ങനെ എല്ലായിടത്തും വ്യാപിച്ചൊരു ഗോട്ടഡ് ഫ്രാഞ്ചൈസി ഇൻഡീഡ്. സോ അങ്ങനെ ഒരു ഫ്രാഞ്ചൈസിയിൽ നിന്ന് രണ്ടാമത്തെ ഒരു ഭാഗം വന്നപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചു എന്തിനാണ് ഒരു സെക്കൻഡ് പാർട്ടി എന്ന്. ആ ചോദ്യങ്ങളെയും ഡൗട്ടുകളൊക്കെ അടിച്ച് കിൻഡൽ കണക്കിന് ആകാശത്ത് പറത്തിയ രീതിയിലുള്ള ഒരു പീക്ക് ആയിരുന്നു നമ്മുടെ ദൃശ്യം 2. ആ ഒരു ക്ലൈമാക്സ് ഒക്കെ വന്നതിന് ശേഷം, ബിക്കോസ് നമ്മളെ മാറ്റി പറയിപ്പിച്ചു. ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ള നമ്മൾ തന്നെ പറഞ്ഞു, യെസ്, ആ ഒരു സ്റ്റോറി കംപ്ലീറ്റ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ അത് നമ്മളെ വിചാരം അത് കംപ്ലീറ്റ് ആയിരുന്നു എന്നാണ്. ബട്ട് ആക്ച്വലി ഇത് കംപ്ലീറ്റ് അല്ലായിരുന്നു. കാരണം ഇതോടെയാണ് ഇതൊരു പീക്ക്, ഒരു പെർഫെക്റ്റ് എൻഡിലെത്തിയത് നമ്മൾ ഉറപ്പിച്ചു. അങ്ങനെ നിൽക്കുന്ന ഒരു പടത്തിന് വീണ്ടും ഒരു പാർട്ട്, തേർഡ് പാർട്ട് അനൗൺസ് ചെയ്തപ്പം വീണ്ടും നമ്മുടെയൊക്കെ നെറ്റി ഒന്ന് ചുളിഞ്ഞതാണ്. കുറേ ചോദ്യങ്ങളും ഡൗട്ടും വന്നു. ബട്ട് സ്റ്റിൽ ജീത്തു ജോസഫാണ്. കഴിഞ്ഞ തവണ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തപ്പം എച്ചാദി ലെവൽ മറുപടി പുള്ളിക്കാരൻ തന്നെ വിചാരിച്ചിട്ട് ഞാൻ തേർഡ് പാർട്ട് എന്തായാലും സംഭവം ഇറക്കുമെന്ന് വിചാരിച്ച് കാത്തിരുന്നതാണ്. ഇപ്പോൾ പോയി കണ്ടതിന് ശേഷം ഓൾ ഐ ഹാവ് ടു സേ ഈസ് ദിസ് വാസ് അൺനെസസറി. പടം നല്ല പടം തന്നെയാണ്, എല്ലാ എക്സ്പെക്റ്റും കൊണ്ടും നല്ല ക്വാളിറ്റി പടം തന്നെ. ബട്ട് ഓവറോൾ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ട് കൈൻഡ് ഓഫ് സെർവ് ആസ് സംതിങ് ദാറ്റ് partially, if not completely, partially destroys the legacy of the whatever the legacy that first part and second part has built. കാരണം ഫസ്റ്റും സെക്കൻഡും ഒരു റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പടങ്ങളെ ക്വാളിറ്റി, ത്രൂ ഔട്ട് ക്വാളിറ്റി, ഒരൊറ്റ ഏരിയ പോലും ഒരു മിസ്റ്റേക്കും ഇല്ലാത്ത, അറ്റ് ദ സെയിം ടൈം ലോജിക്കലി ഒക്കെ നമ്മളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെർഫെക്റ്റ് പടമായിരുന്നു 1, 2. അതിൻ്റെ ലെഗസിക്ക്, അതിൻ്റെ പാരമ്പര്യത്തിനൊരു കോട്ടം ചെറിയ രീതിയിലെങ്കിലും ഈ തേർഡ് പാർട്ട് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ എനിക്ക് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അത് പ്ലോട്ട് ആൻഡ് സ്ക്രീൻ പ്ലേ വൈസുള്ള കുറച്ച് പ്രശ്നങ്ങൾ മാത്രമാണ് അതിൻ്റെ മെയിൻ റീസൺസ്. പറയുക ഒരു ഏരിയയിൽ ഈ പടം ഒരു മോശവുമില്ല, ടോപ്പ് തന്നെയാണ്. എസ്പെഷ്യലി ഇൻ ദ ഏരിയ ഓഫ് ആക്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് തൂക്കി. ആൻഡ് വൺ മാൻ ഷോ, മോഹൻലാൽ ദ ഗോട്ട്. സോ ലാലേട്ടൻ തൂക്കി, അക്ഷരാർത്ഥത്തിൽ തൂക്കി. ദ ഫൈനസ്റ്റ് പെർഫോമൻസ് ഓഫ് മോഹൻലാൽ ദ ആക്ടർ ആഫ്റ്റർ സോ മെനി ഇയേഴ്സ്. അപ്പം നിങ്ങൾ പറയും, ആ തുടരും സിനിമയെ കാണിച്ചതും അതുപോലെ തന്നെ അതൊന്നും പിന്നെ ഒരു ആക്ടിങ് അല്ലേ എന്ന് നീ ചോദിക്കും. നോ, തുടരുമോ, അതിൻ്റെ മുന്നേ വന്ന എമ്പുരാനോ, അതിൻ്റെ മുന്നേ വന്ന മറ്റേ ഇവൻ ദൃശ്യം 2, അതൊന്നും അല്ലായിരുന്നു. മോഹൻലാൽ ദ ആക്ടറിൻ്റെ അബ്സല്യൂട്ട് പീക്ക്, അല്ലെങ്കിൽ ദ റേഞ്ച് എന്ന് പറഞ്ഞ സാധനം, ഒരു പ്രൈം ലെവൽ ഓഫ് നിമിഷ നേരം കൊണ്ട് ഈ എക്സ്പ്രഷൻ, ഇപ്പം ഹാപ്പിയായി നിൽക്കേണ്ട സമയത്ത് അറ്റ് ദ സെയിം ടൈം ഹാപ്പിയായി പ്രിറ്റൻഡ് ചെയ്യുന്നു. അതേ സമയം തന്നെ മറ്റു പല ഇമോഷൻസ് ലൈക്ക് ആങ്സൈറ്റി, ടെൻഷൻ, അതുപോലെ തന്നെ ക്യൂരിയോസിറ്റി, അതുപോലെ കൺസേൺഡ് ആയിട്ട്, അങ്ങനെ പല വേരിയേഷൻസ് ഓഫ് ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു മൾട്ടിപ്പിൾ ഇവൻറ്റ്സ് ഈ പടത്തിലുണ്ട്. അതിലെല്ലാത്തിലും മറ്റേ ബേബി ജീൻ ഈ മോഹിനിയാട്ടം പടത്തിൽ പറഞ്ഞ പോലെ തന്നെ പിടിച്ച മീറ്ററിൽ നിന്ന് ഒരു ശകലം മാറിയത് കേട്ടോ. അമ്മാതിരി ശകലം പോലും പിടിച്ച മീറ്ററിൽ നിന്ന് മാറാണ്ട് അബ്സല്യൂട്ട് മോഹൻലാൽ ആക്ടിങ് റേഞ്ച് എന്തായിരുന്നു എന്ന് വീണ്ടും കാണിച്ചു. തുടരുമൊന്നുമല്ല കമ്പയറിങ് ടു ദൃശ്യം 3 പെർഫോമൻസ് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. സോ ജീത്തു ജോസഫ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് മോഹൻലാലിൻ്റെ ആക്ടിങ് റേഞ്ച്. സോ മോഹൻലാലിൻ്റെ ആക്ടിങ് റേഞ്ച് തന്നെയാണ് ഈ സിനിമയിൽ പലയിടത്തും സിനിമയുടെ ഗ്രാഫ് ഒന്ന് ഡള്ളാവുമ്പം അതിനെ വരെ ഷോൾഡർ ചെയ്ത് വെച്ച് പോകുന്നത്. ആ ചെരിഞ്ഞ തോളുകളിൽ ഈ കംപ്ലീറ്റ് സിനിമേനെ പുള്ളിക്കാരൻ ഷോൾഡർ ചെയ്തു. വൺ ഹെൽ ഓഫ് എ പെർഫോമൻസ് ഓഫ് മോഹൻലാൽ ദ ആക്ടർ ഫ്രം ഇയേഴ്സ്. അറ്റ് ദ സെയിം ടൈം ഇന്നസെൻ്റ് ആയിട്ട് കളിച്ച് ചിരിച്ച് ഫാമിലി മാൻ ആയി കളിക്കുന്ന സമയത്ത് തന്നെ ഇയാൾ ഉള്ളിലൂടെ പോകുന്ന ആദ്യ ടെൻഷനൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് എക്സ്പ്രസ് ചെയ്യുന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. അത് അത്ര എക്സ്പ്രസീവായിട്ട് മോഹൻലാൽ ചെയ്ത് കാണിക്കുന്നത്.
വിഷ്വലി ആൻഡ് ഇമോഷണലി നമുക്ക് കണക്റ്റ് ആവുക പറയുമ്പം ഇറ്റ്സ് ഹ്യൂജ് ടാസ്ക്. ആൻഡ് മോഹൻലാൽ എന്ന ആക്ടറിന് പ്രൈമിൽ ഇത് കേക്ക് വാക്കായിരുന്നു. ഈ അടുത്ത് പിന്നെ കുറച്ച് ആക്ടിങ് ഒക്കെ ഡൗൺ ആയി. ബട്ട് ഇറ്റ്സ് ബാക്ക്, ഹീസ് ബാക്ക്. ദ ആക്ടർ, ദ ഒ ജി മോഹൻലാൽ ജി ഈസ് ബാക്ക്. വേറെ ഒന്നും പറയില്ല. ബിഗസ്റ്റ് പോസിറ്റീവ് ഓഫ് ദ ഫിലിം ഇസ് ഡെഫിനറ്റ്ലി മോഹൻലാൽ. പിന്നെയാണ് ബാക്കി കാര്യങ്ങൾ. ഈ സിനിമ എന്തുകൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ, എന്തുകൊണ്ട് ഉദ്ദേശിച്ച ആ ഒരു മീറ്ററിലേക്ക് എത്തിയില്ല, അതുപോലെ തന്നെ പഴയ ദൃശ്യം റേഞ്ചിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയി പറയാം. ബട്ട് ഐ എം നോട്ട് ഗോണ ടച്ച് എനി സ്പോയിലർ ഓർ എനിത്തിങ്. ആൻഡ് ഞാനിതിൻ്റെ സിനിമയുടെ ആ ഒരു മീറ്റർ തന്നെ പറഞ്ഞുതരാം. സോ സംഭവം എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം ഒരു ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ പടത്തിൻ്റെ ഒരു ഗ്രാഫ് എങ്ങനെയാണ്, അതിൻ്റെ പടത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമുക്കറിയാം. കാരണം ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് പഴയ പടങ്ങളായി തന്നെ ഫാമിലി ഡ്രാമ, ഫാമിലീൻ്റെ കൂടെയുള്ള സ്പെൻഡ് ചെയ്ത ടൈം, ഫാമിലിയുടെ ഉള്ളിലെ ഹ്യൂമറും കാര്യങ്ങളൊക്കെ കാണിച്ച് ബിൽഡപ്പ് ചെയ്തതാണ്. ക്യാരക്ടേഴ്സിനെ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്, സ്റ്റോറീനെ, അതുപോലെ തന്നെ എല്ലാത്തിനും ഇങ്ങനെ സെക്കൻഡ് ഹാഫിൽ ഒരു വലിയ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ ബിൽഡ് ചെയ്ത് പോവുകയാണ്. യൂഷ്വലി ക്ലൈമാക്സ് എത്തുമ്പോൾ അവർ തകർത്തിട്ട് തരിപ്പണാക്കുന്ന ഒരു എക്സ്പ്ലോഷനാണ്. ട്വിസ്റ്റുകളൊക്കെ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ അങ്ങനെ തന്നെ ഒരു ആസ് യൂഷ്വൽ പാറ്റേണിൽ പോകുന്ന ഒരു ബിൽഡപ്പ് ഫസ്റ്റ് ഹാഫ്. ബട്ട് കൈൻഡ് ഓഫ് ഫസ്റ്റ് പാർട്ടിലെയും സെക്കൻഡ് പാർട്ടിലെയും ഫസ്റ്റ് ഹാഫിൻ്റെ അത്ര ഈ ഒരു ഫസ്റ്റ് ഹാഫ് റെഡി ആയില്ല. കാരണം വെച്ചാൽ കുറച്ച് ഓവർ സ്ട്രെച്ചഡ് ആയ മാതിരി ഒരു ഫീലുണ്ട്. ഒന്നാമതിൻ്റെ ഡ്യൂറേഷൻ കുറച്ച് നല്ല രീതിയിൽ കുറയ്ക്കാമായിരുന്നു. ഈവൻ തോ ഫാമിലി ഡ്രാമ ഒക്കെ ആവശ്യമുണ്ട് ബിൽഡപ്പിന് സെക്കൻഡ് ഹാഫ്. കാരണം നമ്മൾ ഈ ഫാമിലീനെ കൂടെ എത്രത്തോളം ക്ലോസ് ആകും. കഴിഞ്ഞ 10-13 വർഷമായിട്ട് നമ്മുടെ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി വായനയാണ് ജോർജ് കുട്ടിയും കുടുംബവും, ജോർജ് കുട്ടീൻ്റെ മക്കളും ഭാര്യയൊക്കെ നമ്മുടെ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി ആയിട്ടാണ് നമ്മൾ മലയാളികൾക്ക് അങ്ങനെയാണ്. സോ എന്നാൽ പോലും അവർ കുറച്ച് ദൃശ്യം 2 കഴിഞ്ഞ് കുറച്ചുകൂടെ വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. അപ്പം വീണ്ടും നമുക്ക് ആ ഒരു ഗ്യാപ്പ്, ഒരു വോയിഡ് ഫീൽ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും ഇങ്ങനെ കാണിച്ചു തന്നൊക്കെ ഓക്കെ. ബട്ട് സ്റ്റിൽ അത് കുറച്ചുകൂടെ കുറയ്ക്കാമായിരുന്നു. അധികം ഇല്ലെങ്കിൽ പോലും കുറച്ച് നമുക്കൊരു പ്രശ്നമല്ല. കാരണം എപ്പോഴാണോ ദൃശ്യം 2 നിർത്തിയത് അവിടെ നിന്നാണ് ദൃശ്യം 3 സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഒരിക്കലും മിസ് ചെയ്യില്ല, തോന്നുകയല്ല നമ്മൾ ഈ ഫാമിലിനെ എത്രയും വർഷം മിസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അത്രയ്ക്കും നാച്ചുറലായിട്ടാണ് അവരെന്നെ ജീവിക്കുന്നത്. ലിറ്ററലി ഒരു ഫാമിലി മാതിരിയാണ് ഈ മീനയും മോഹൻലാലും അൻസിബയും എസ്തറൊക്കെ ഉള്ളത്. കാരണം ഒരിക്കലും അവർക്ക് ആ ക്യാരക്ടറിലേക്ക് കയറാൻ എന്താ അറിയില്ല, അത് ലിറ്ററലി അവർ ആ ഒരു ക്യാരക്ടർ ചെയ്താൽ മോഹൻലാൽ ജോർജ് കുട്ടിയും, അതുപോലെ തന്നെ മീന നമ്മുടെ റാണിയും, എസ്തർ അവിടെ അനു, അതുപോലെ തന്നെ അൻസീബ അഞ്ജു ഒക്കെ പെട്ടെന്ന് അവർ ആ ക്യാരക്ടറിലേക്ക് കയറും. സോ അത് ഈ ഒരു ദൃശ്യത്തിൻ്റെ ഒരു ഭയങ്കര ഇതാണ്, പവർ തന്നെയാണ്. കാരണം ആ ക്യാരക്ടേഴ്സ് ഞൊടിയിടയിൽ തന്നെയാണ് ഈ ആക്ടേഴ്സ് എത്ര കൊല്ലം കഴിഞ്ഞാലും ആ ക്യാരക്ടേഴ്സിൽ അവർക്ക് സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യപ്പെടാം, അവരുടെ രക്തത്തിലുള്ള മാതിരി. സോ അതൊക്കെ ഓക്കെ. പക്ഷെ അത് ഇത്തിരി എക്സാജറേറ്റ് ആയ മാതിരി തോന്നി. ആൻഡ് ഈവൻ തോ ഫസ്റ്റ് ഹാഫിൽ പല ബിൽഡപ്പും, അത് മെയിൻ ജോർജ് കുട്ടീൻ്റെ ഫാമിലി മാത്രമല്ല, അല്ലാണ്ട് പുറത്ത് വന്ന് വീണാനന്ദകുമാറിൻ്റെ ക്യാരക്ടർ, അതുപോലെ തന്നെ കുറച്ച് സൈഡ് ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. ഇവരെയൊക്കെ ഫസ്റ്റ് ഹാഫിൽ ബിൽഡ് ചെയ്യുന്നത് ഓക്കെ, സമയമെടുത്ത് ബിൽഡ് ചെയ്ത്. പക്ഷേ അവരൊക്കൊന്നും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സെൻഡ് ഓഫോ അല്ലെങ്കിൽ അവരെ ചില ക്യാരക്ടേഴ്സ്, എസ്പെഷ്യലി വിനോദകുമാറിനൊക്കെ ഒരു സെക്കൻഡ് ഹാഫിൽ കാണാൻ പോലും ഇല്ല. ലൈക്ക് ദേ നെവർ എക്സിസ്റ്റഡ്. കാരണം ഫസ്റ്റ് ഹാഫ് മൊത്തം അവരായിരുന്നു ഡോമിനേറ്റ് ചെയ്തു നിന്നത്. പിന്നെ അവരെ കാണാനേ ഇല്ല. അവരുടെ പർപ്പസ് കഴിഞ്ഞ ശേഷം അവരെ കാണാനില്ല. ചിലർക്കൊന്നും പർപ്പസ് തന്നെ മര്യാദയ്ക്ക് സെർവ് ആയില്ല എന്നാണ് പറയുന്നത്. എസ്പെഷ്യലി ഫോർ ദ ക്യാരക്ടർ ഓഫ് വീണാനന്ദകുമാർ. അതൊരു ബക്കറ്റും തൂക്കി പോയതാണ്. അത് തന്നെ ഒരു കോമഡി, ഒരു മീം മെറ്റീരിയൽ ആവും. ഈ ബക്കറ്റ് തൂക്കി പോകുന്ന ബക്കറ്റ് സ്റ്റാർ എന്ന ടാഗ് ഓൾറെഡി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്. റെഡിറ്റ്, ട്വിറ്ററിലൊക്കെ നിങ്ങൾ, ഇൻസ്റ്റയിലൊക്കെ നിങ്ങൾ ഒന്ന് അറിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഫസ്റ്റ് നമ്മുടെ ദുരന്തർ 2 പടത്തിലൊരു ചാപ്റ്റർ ഉണ്ട്, ഗോസ്റ്റ് ഫ്രം ദ പാസ്റ്റ്. ആ ഒരു ചാപ്റ്റർ പോയി പാസ്റ്റിലെ കുറച്ച് ഗോസ്റ്റുകൾ, കുറച്ച് ക്യാരക്ടേഴ്സ്, എസ്പെഷ്യലി നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് വീണ്ടും ജോർജ് കുട്ടിയുടെ ഫാമിലീൻ്റെ മേലെ അവരേൽപ്പിച്ച ആ ഒരു മുറിവ് മാന്തി പൊളിക്കാൻ വീണ്ടും വരുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. കാണിക്കുന്നതിലെന്തോ ഒരു ഇമ്പാക്റ്റ് ഫീൽ ഇല്ലായ്മ, അവിടെ ആ ഒരു ഇമോഷൻ ഇല്ലായ്മ, പിന്നെ കുറച്ചെന്തോ ഒരു ആർട്ടിഫിഷ്യാലിറ്റി മാതിരി തോന്നിയ മാതിരി, കുറച്ച് റഷ് ചെയ്ത മാതിരി. എന്നാൽ പോലും അത് വലിയ പ്രശ്നമില്ല. പക്ഷെ കുറച്ചുകൂടെയൊക്കെ ഒന്ന് മെനയാക്കായിരുന്നു, ഒന്ന് ക്രിസ്പാക്കായിരുന്നു, കൺവിൻസിങ് ആക്കാമായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ എത്തിയപ്പം ആസ് യൂഷ്വലി കഥ മാറി, പടത്തിൻ്റെ പേസ് അങ്ങ് വേറെ ലെവലിലേക്ക് പോവുകയൊക്കെ ചെയ്തെങ്കിൽ പോലും പല സാധനങ്ങളും ഇവർക്ക് അങ്ങോട്ടങ്ങ് കോർത്തിണക്കി പോകുമ്പം എല്ലാത്തിനും ഒരു പർപ്പസ് സെർവ് ചെയ്യാൻ ആയിട്ടില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായി തോന്നിയത്. കാരണം ഒരു സാധനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റൊരു കാര്യത്തിലേക്കാണ് ഇവർ പോവുക. പിന്നെ അതിന് മുന്നേ ചെയ്ത കാര്യത്തിനെ ഓർക്കുക പോലും ഇല്ലാത്തൊരു സെറ്റപ്പാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാലെന്ന് വെച്ചാൽ, ഒരു ചൊല്ലുണ്ട്, ഒരു കളിയാക്കി പറയുന്ന ഒരു സംഭവമുണ്ട്, ഞങ്ങളെ നഷ്ടപ്പെട്ട 5 ലക്ഷം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 8 ലക്ഷം മുടക്കാൻ റെഡിയാണ്. അങ്ങനെ പറയുന്ന മാതിരി ഒരു സെറ്റപ്പാണ് ഓവറോൾ ദൃശ്യം 3 തോന്നിയത്.
കാരണം ഒരു വലിയ സംഭവം ട്വിസ്റ്റ് ക്ലൈമാക്സിലേക്ക് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ അതിൻ്റെ മുന്നേ എന്താ പറയുക, ഒരു അനാവശ്യമായിട്ടുള്ള ഡ്രാമയൊക്കെ വലിച്ചു കയറ്റാനും തയ്യാറാണ്. ഓവറോൾ റെപ്യൂട്ടേഷൻ അത് ബാധിക്കുന്നത് ഞങ്ങൾക്കൊരു വിഷയമല്ല. ഇപ്പം ഫ്രാഞ്ചൈസീൻ്റെ ഞങ്ങൾക്ക് ആ ക്ലൈമാക്സിൽ ഒരു വലിയ ട്വിസ്റ്റ് കിട്ടണം. സോ അത് ഓക്കെ. അപ്പം പക്ഷേ എന്നാൽ പോലും ആ ഒരു കുറേ സാധനമൊക്കെ ഡ്രമാറ്റിക്കലി ക്രിഞ്ചായി തോന്നുന്ന ഡയലോഗ്സും സീൻസും ഒക്കെ ഉണ്ട്. അതൊക്കെ എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? എന്നാ ആ ഒരു ആ ഒരു ഫീല് എനിക്ക് കാണുമ്പം തന്നെ തിയേറ്ററിൽ തന്നെ എനിക്ക് കുറച്ച് സീനുകൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണ്? ചുമ്മാ അതെനിക്ക് മനസ്സിലായി, ഇവരൊരു പോയിന്റ് എത്തുമ്പോൾ സാധനം പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ചില സാധനമൊക്കെ പിന്നെ നമ്മൾ കഥയ്ക്കൊപ്പം ആദ്യം ഒരു അരോചകമായി തോന്നിയാലും ഒരു കല്ലേടിയെ തോന്നിയാലും ബ്ലെൻഡായി പോകുന്നുണ്ട്. പക്ഷെ ചിലത് ആ പടം കണ്ടു കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഓവറോൾ നോക്കുമ്പോഴും ശരിയായി തോന്നില്ല. പിന്നെ കുറച്ച് നെഗറ്റീവ്സ് വേറെ എന്ന് പറയാനുള്ളത്, ഇതിൻ്റെ ഇടയിൽ കൂടെ കല്യാൺ സിൽക്സിൻ്റെ ആഡൊക്കെ കയറ്റി വിടുക കാരണം പരമ ചീപ്പ് പരിപാടി. ദൃശ്യം പോലെ ഒരു ഫ്രാഞ്ചൈസി, ഇത്ര പോപ്പുലറായ ഒരു ഫ്രാഞ്ചൈസിക്ക് എന്തിനാണ് ഒരു പടം ഇപ്പം തന്നെ ഒറ്റ ദിവസം കൊണ്ട് 50 കോടിയാണ് കിട്ടിയത്. അത്രയും പൈസ വരാൻ പൊട്ടൻഷ്യലുള്ള ഒരു ഫ്രാഞ്ചൈസി ഇടയിൽ കൂടെ മറ്റേ കല്യാൺ സിൽക്സിൻ്റെ ആഡ്, കല്യാൺ സിൽക്സ് തൊടുപുഴയിലുമുണ്ടോ, എന്നാൽ അവിടെ തന്നെ പർച്ചേസ് ചെയ്യാമെന്നൊക്കെ പറയുന്നതൊക്കെ എന്തിനാണ്? അതിൻ്റെ ഒരാവശ്യമില്ല. അതൊക്കെ കോമഡി ആയിട്ടുണ്ട് തിയേറ്ററിന്. അതുപോലെ കുറേ സാധനങ്ങളുണ്ട്. ഫസ്റ്റ് സെക്കൻഡ് പാർട്ടിൽ കമ്പയർ ചെയ്യുമ്പം മൈജീൻ്റെ ആഡ് കഴിഞ്ഞു, മുക്കിലും മൂലയിലും മൈജി ഷോറൂംസ് മോനെ എല്ലാം മൈജിയിൽ തന്നെ വാങ്ങും. ഇവിടെ കല്യാൺ സിൽക്സ് ആണ്. സോ അതിൻ്റെ ഒരാവശ്യമില്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്തിനോ വേണ്ടി തിളച്ച കുറച്ച് സാമ്പാർ കൈൻഡ് ഓഫ് ഇവൻറ്റ്സ്, പ്ലോട്ട് ലൈൻസ്, പാസ്റ്റിലെ കുറച്ച് സാധനങ്ങളൊക്കെ വെറുതെ വലിച്ച് വാരി ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു പർപ്പസും വലിയ രീതിയിൽ, എന്നാലും അതൊരു വൃത്തി കാണിക്കുക അതുമില്ല. അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു തട്ടിപ്പ് പരിപാടി, തട്ടിക്കൂട്ട് പരിപാടി ഉണ്ടോ ചോദിച്ചാൽ ഒബ്വിയസ്ലി ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ആ ഒരു ത്രില്ല്, ആ ഒരു ഫാമിലി ഡ്രാമ, ആ ഒരു ഇമോഷൻസ്, ആ ഒരു പെർഫോമൻസസ് ആൻഡ് കിടിലം മ്യൂസിക്കും ആ ഒരു ടെൻസാക്കുന്ന മ്യൂസിക്കും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇവന്മാർ നമ്മളധികം അത് ഫീൽ ചെയ്യിപ്പിക്കില്ല. പക്ഷെ അത് അത്രയും നിറ്റ് പിക്ക് ചെയ്ത് നുള്ളിപ്പെറുക്കി കണ്ടുപിടിക്കുന്ന സിനിമാ നിരൂപക ഒരു മൈൻഡ് സെറ്റുള്ള ഒരാൾക്കാർക്ക് മാത്രം അതൊക്കെ വലിയ രീതിയിൽ നോട്ടീസ് ചെയ്യാൻ പറ്റൂ. വിച്ച് ഐ ആം ആൻഡ് വിച്ച് ഐ ഒബ്വിയസ്ലി ഡിഡ്. പിന്നെ ഒരു സോഫ്റ്റ് കോർണർ എനിക്ക് ഫ്രാഞ്ചൈസിനോടുണ്ട്. കാരണം ഇത്രയും ഞെട്ടിത്തെറിക്കുന്ന ക്ലൈമാക്സ് ഉള്ള പടങ്ങളിലേക്കൊക്കെ ഈവൻ വേൾഡ് സിനിമകൾ പോലും തന്നെ കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ ഒരു വേൾഡ് ക്ലാസ് ലെവൽ സാധനം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു സാധനം കൊണ്ടുവന്നതിൻ്റെ ഒബ്വിയസ്ലി അത് ദൃശ്യം ഫ്രാഞ്ചൈസാണ്. 1 and 2 എസ്പെഷ്യലി 1. അപ്പോൾ ആ ഒരു ഫ്രാഞ്ചൈസി ഇങ്ങനെയൊരു സ്ഥലത്തൊക്കെ ഒരു പടം ഇറക്കുമ്പം അവിടെ ഇവിടെയൊക്കെ ചെറിയ പോരായ്മ കാണിക്കുമ്പോൾ പോലും എനിക്കൊരു പേഴ്സണലി ഹേർട്ടാവും ആസ് എ ദൃശ്യം ഫ്രാഞ്ചൈസി ഫാൻ. അത്ര എനിക്കിഷ്ടപ്പെട്ടൊരു സിനിമയും കഥാപാത്രവും അറ്റ്മോസ്ഫിയറാണ് ദൃശ്യത്തിൻ്റേത്. അതുകൊണ്ട് ഞാൻ ഈ പോരായ്മകളൊക്കെ നല്ല രീതിയിൽ നോട്ടീസ് ചെയ്തു. സോ ഈ എല്ലാ പോരായ്മകളും ഈ ഒരു പടത്തിനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരു ഓവറോൾ സാറ്റിസ്ഫാക്ഷൻ വളരെ കമ്മിയാണ്. വേറെ എന്ത് നന്നായി എന്ന് പറഞ്ഞാലും. പിന്നെ എൻഡിലേക്ക് വരുമ്പോൾ ദ ബിഗ് ക്ലൈമാക്സ് വിച്ച് ഐ എം നോട്ട് ഗോയിങ് ടു റിവീൽ. പക്ഷെ അത് അവർ ഇത്തവണ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം യൂഷ്വലി നമ്മുടെ ഈ ഫോറൻസിക്കിനെ വെട്ടിച്ചിട്ടുള്ള സയൻറ്റിഫിക് തെളിവുകൾ ഓൾട്ടർ ചെയ്തിട്ടും അല്ലെങ്കിൽ ശവം മാറ്റി മറ്റേ മനുഷ്യ ശവം മാറ്റി പശുവിനെ ശവം കയറ്റിയിട്ടുമൊക്കെ ഉള്ള കൈൻഡ് ഓഫ് ലൗഡ് ബാങ്ങിങ് കൈൻഡ് ഓഫ് ട്വിസ്റ്റ് നിന്ന് മാറ്റി പിടിച്ച് ഇത്തവണ കുറച്ചുകൂടെ ഫാമിലി ഇമോഷണൽ സാധനം കയറ്റാൻ അവർ ശ്രമിച്ചു. പിന്നെ ജോർജ് കുട്ടി എന്ന് പറയുന്ന വ്യക്തിയുടെ ലക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമല്ല, ഹീസ് നോട്ട് എ ഗൈ ഹു ഓൾവേസ് വിൻസ് എനി ബാറ്റിൽ ജസ്റ്റ് ബിക്കോസ് ഓഫ് ഹിസ് ലക്ക്. പടത്തിൽ പലയിടത്തും സിദ്ദിഖിൻ്റെ ക്യാരക്ടറും പല ആൾക്കാരും പറയുന്നുണ്ട് അയാൾ ഇത്രയും കാലം ജയിച്ചു വന്നത് അയാളെ ലക്ക് മൂലം മാത്രമാണെന്ന്. പക്ഷെ അല്ല, ഇയാൾ പഠിച്ച ആളാണ്. ഇയാളെ IQ, ഇയാളെ തല വെച്ചിട്ട് മാത്രമാണ് ഇയാൾ ഈ എല്ലാ കളിയും ജയിച്ചതെന്ന് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓറ ഫാർമിങ്ങിന് വേണ്ടിയിട്ട് മോഹൻലാലിനെ ഫ്ലക്സ് ചെയ്യുന്ന രീതിയിലേക്കും പടം പോയിട്ടുണ്ട്. പക്ഷെ ഓർഗാനിക്കലി ആ ഒരു സാധനം വന്നില്ല. കാരണം ദൃശ്യം 1 and 2 എന്തുകൊണ്ട് ഇത്രയും കിടിലൻ ക്ലാസിക് സാധനമായി മാറി? കാരണം അതിൽ എല്ലാ സാധനത്തിനും ഒരു ഓർഗാനിക് ടച്ച് ഉണ്ട്. കാരണം സ്റ്റോറി ആയാലും ഇയാൾ ചെയ്യുന്നതായാലും ഇയാൾ മാസ് കാണിക്കാണ്ട് മാസ് കാണിക്കുന്നതും ഒരു ഓർഗാനിക്കായി വരുന്നതായിരുന്നു ആ പ്ലോട്ടിൻ്റെ ഒപ്പം. ഇവിടെ വരുമ്പോൾ പ്ലോട്ട് ഒരു വഴിക്ക് പോകുമ്പം ഓറ ഫാമിങ് വേറെ വഴിക്ക്. അപ്പം അതിനൊരു ഇത്തിരിയും കൂടെ ഒരു ബാലൻസ്ഡ് സാധനം ആക്കിയിരുന്നെങ്കിൽ പോകാമായിരുന്നു. സോ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും ആണ് ദൃശ്യം 3നെ. പിന്നെ പറഞ്ഞാൽ ആ ക്ലൈമാക്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്തും അവിടെ ഇവിടെയും പോരായ്മകൾക്കും തയ്യാറാണ് എന്നുള്ളൊരു പ്രശ്നമാണ്. പക്ഷേ ഫസ്റ്റും സെക്കൻഡും ദൃശ്യം അങ്ങനെയല്ല. എല്ലായിടത്തും പെർഫെക്റ്റായി വന്നിട്ട് അത് ആ ഒരു 2 നദികളും ഒഴുകിച്ചേർന്ന് സമാഗമിക്കുന്ന ഒരു മഹാസമുദ്രമാണ് ദൃശ്യത്തിൻ്റെ ക്ലൈമാക്സ്. ആ ഒരു ഫീല് ഈ 3rd പാർട്ടിൽ എത്തിയിട്ടില്ല. കാരണം പലതും പല വഴിക്ക് കൂടെ പോയിട്ടൊക്കെയാണ് ക്ലൈമാക്സിൽ എത്തുന്നത്. ഒരു മെന വരുന്നില്ലല്ലോ സജി എന്ന് കുമ്പളങ്ങീനായിട്ട് ചിലത് നമ്മുടെ ഷെയ്ൻ നിഗം പറയുന്ന മാതിരി ഒരു മെനല്ല.
പക്ഷെ ഓവറോൾ ഒരു പടം മോശമല്ല. ക്ലൈമാക്സ് വെറൈറ്റി ആയിട്ടുണ്ട്. കാരണം നമ്മൾ ആരും വിചാരിക്കില്ലല്ലോ ജോർജ് കുട്ടി വിൽ ഗോ ഫോർ ദിസ് എക്സ്റ്റെൻറ്റ്. കാരണം കുടുംബത്തിനെ രക്ഷിക്കാൻ പോലും കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഏത് അറ്റം വരെ ഞാൻ പോകും, അതിന് മുന്നേ എൻ്റെ മുന്നിൽ തെറ്റും ശരിയോ ഒന്നുമില്ല എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇത്രയും വലിയൊരു എക്സ്റ്റെൻറ്റിലേക്ക് ഇയാൾ പോകുമോ എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം കുറച്ച് വൈൽഡ് സാധനം കാണിച്ചു. കാരണം ജോർജ് കുട്ടിക്ക് ഇപ്പോൾ ഏറ്റവും വലിയ പേടി ഇയാൾ ഓപ്പോണൻറ്റിനെയോ ഗീതാ പ്രഭാകരെയോ പോലീസിനെയോ മറ്റേ മീഡിയക്കാരെയോ ഒന്നുമല്ല. പുള്ളിക്കാരന് ഏറ്റവും പേടി പുള്ളിക്കാരനെ തന്നെയാണ്. കാരണം ഫാമിലിയെ രക്ഷിക്കാൻ വേണ്ടി പുള്ളിക്കാരൻ ഒരു മോൺസ്റ്ററായി മാറുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ട്. ഒരു ടോട്ടലി ഒരു മെൻ്റൽ ജോർജ് കുട്ടി എന്ന ക്യാരക്ടറിൻ്റെ മെൻ്റൽ സാധനം. കാരണം ആദ്യ രണ്ട് പാർട്ടിലൊക്കെ ഇയാൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഞാൻ എൻ്റെ കഴിവ് വെച്ച് മാക്സിമം രക്ഷിക്കുന്നു. ഇപ്പം ഇയാൾക്ക് തന്നെ ഒരു മെൻ്റൽ ലൂസായൊരു സെറ്റപ്പിലേക്കാണ്. കാരണം ഇനി രക്ഷിക്കാൻ വേണ്ടി ഏത് അറ്റം വരെ പോകാൻ ആവുന്നുള്ളൊരു പേടി. സോ അതൊക്കെ നല്ല രീതി ഒരു നല്ലൊരു പ്ലോട്ട് തന്നെയാണ്. കാരണം നല്ല പൊട്ടൻഷ്യലുള്ള സാധനം ഈ ഒരു ജോർജ് കുട്ടീൻ്റെ ഒരു മെൻ്റൽ ആ ഒരു സെറ്റപ്പും പിന്നെ അറ്റ് ദ സെയിം ടൈം പടത്തിൻ്റെ ആ ഒരു റേഞ്ചും കൂടെയൊക്കെ നല്ല രീതിയിൽ പിടിച്ച് പോയാൽ കിഡിലനാവേഞ്ഞു. പക്ഷേ എന്താ അറിയില്ല, കുറച്ച് അവിടെ ഇവിടെയൊക്കെ നല്ലൊരു വലിപ്പവും ഉഴപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു മെസ്സി സ്ട്രക്ചറാണ് ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേയിൽ തോന്നിയത്. സോ അതെന്തായാലും ഹിന്ദിക്കാരൊക്കെ റീമേക്ക് ചെയ്യുമ്പം ഇനിയിപ്പോൾ അവർ കൈ നിട്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം മാറ്റും. കാരണം എസ്പെഷ്യലി ഇതിൻ്റെ ക്ലൈമാക്സ് ഈസ് കൈൻഡ് ഓഫ് ബോൾഡ് ആൻഡ് ഡയറിങ് അറ്റംപ്റ്റ്. സോ അത് ദൃശ്യം ഫാൻസിന് എത്രത്തോളം പിടിക്കും, അല്ലെങ്കിൽ അജയ് ദേവ്ഗൺ ഫാൻസിന് എത്രത്തോളം പിടിക്കുമെന്ന് അറിയില്ല. അല്ലെങ്കിൽ അവർ അവിടെ ഇവിടെയൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തി അവർ കുറച്ചുകൂടെ പോളിഷ്ഡ് വേർഷൻ ഇറക്കും. കാരണം ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടും അങ്ങനെ തന്നെയായിരുന്നു. ഇവിടെ OTT കൊടുത്തപ്പോൾ അവിടെ 200 കോടിയോളം തിയേറ്ററിൽ അടിക്കുന്ന രീതിയിൽ നല്ല മേക്കിങ്ങും വെച്ചിട്ട് സെക്കൻഡ് പാർട്ട് ഇറക്കി. സോ അജയ് ദേവ്ഗൺ നല്ലൊരു ഗോൾഡൻ ചാൻസ് ആണ്. ഓൾറെഡി ഷൂട്ടൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് ചെത്തി മിനിക്കാനുള്ളതുണ്ട്. ബട്ട് ഒരിക്കലും ഇതൊരു മോശം പടമല്ല. ഒരിക്കലും ഇത് നിങ്ങൾ കാണാണ്ടിരിക്കും. ഇത് തിയേറ്ററിൽ നിന്ന് കാണാനുള്ള സാധനം തന്നെയാണ്. കാരണം ആ ഒരു അറ്റ്മോസ്ഫിയർ സെറ്റപ്പൊക്കെ, പിന്നെ ലാലേട്ടൻ ഫാൻസിന് കൈയടിക്കാനും കൂവാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആക്ടിങ് ആ ഒരു വലിയ സ്ക്രീനിൽ തന്നെ മോഹൻലാലിനെ കണ്ടാൽ വേണം. സോ ഐ എം സോ ലക്കി ടു സീ മോഹൻലാൽ ദ ആക്ടർ മെസ്മറൈസിങ് പെർഫോമൻസ് ഇൻ ബിഗ് സ്ക്രീൻ ആഫ്റ്റർ ഐ ഡോണ്ട് നോ ഹൗ മെനി ഇയേഴ്സ്. സോ ഒരു വലിയ കാര്യം തന്നെ. പക്ഷേ അതാണ് പടത്തിലേക്ക് വരുമ്പം ഒരിക്കലും ദൃശ്യം ട്രയോളജി ഒരു മോശം ട്രയോളജി അല്ല. അതിൻ്റെ ഗ്രാഫ് താഴേക്ക് പോകുന്നുമില്ല. ബട്ട് ആ തേർഡ് പാർട്ടിലേക്ക് വരുമ്പോൾ അവിടെയും ഇവിടെയും കുറച്ച് മിസ്സിങ് ഉണ്ട്. പോളിഷ്നെസ്സിൻ്റെ കുറവുണ്ട്. ബാക്കി എല്ലാ ഇതിലും ദൃശ്യം 3 നല്ല തന്നെയാണ്, മേക്കിങ്ങും കാര്യങ്ങളെല്ലാം. അപ്പോൾ പിന്നെ ദൃശ്യം 4ഉം പണ്ട് എന്നുള്ള രീതിയിലേക്കാണ് കൊണ്ട് നിർത്തിയത്. ഒരിക്കലും വേണ്ട. കാരണം ജിത്തു മാജിക് ഇനി പോകുമോ അറിയില്ല. ഇനിയും ഈ ഒരു പശുവിൻ്റെ പാല് നിങ്ങൾ പിഴിയാതെ നോക്കണം. ഇറ്റ്സ് ഇനഫ് ടൈം ഫോർ മിൽക്കിംഗ് ദിസ് ഫ്രാഞ്ചൈസി. ഇനി 4th വരികയാണെങ്കിൽ തന്നെ അത്രയും കൺവിൻസിങ് ആയി. തേർഡ് പാർട്ടിൻ്റെ ചെയ്ത മിസ്റ്റേക്സിനെയൊക്കെ നമ്മൾ മറക്കുന്ന രീതിയിൽ പലിശ അടക്കം വീട്ടിലുള്ളൊരു ബാങ്ങർ ഓഫ് 4th പാർട്ടാണ് പ്രതീക്ഷിക്കുന്നത് വരികയാണെങ്കിൽ. വിച്ച് ഒബ്വിയസ്ലി വിൽ. കാരണം നല്ല രീതിയിലാണ് ഇപ്പം ബോക്സ് ഓഫീസിൽ ദൃശ്യം 3 വർക്ക് ചെയ്യുന്നത്. സോ ഹോപ്പ്ഫുള്ളി ഐ തിങ്ക് ദൃശ്യം 4 വിൽ ബി ഗോയിങ് മോർ കൊമേഴ്ഷ്യലി. കാരണം ഇനി സേഫ് സോൺ പിടിച്ച് കളിക്കാനുള്ള പരിപാടികളൊന്നും ഈ പ്ലോട്ടിലില്ല. കാരണം തൻ്റെ കുടുംബത്തിനെ കയറി ചൊറിഞ്ഞാൽ ഇനി കയറി മാന്തം എന്നുള്ളൊരു പോളിസിയിലേക്ക് ജോർജ് കുട്ടി മാറിയിരിക്കുകയാണ്. കാരണം മതിയായ ആൾക്ക് ഈ ചെറിയ ചെറിയ ക്യാറ്റ് ആൻഡ് മൗസ് ബാറ്റലിന് എത്ര വർഷം തുടരും? ഹൗ മച്ച് ക്യാൻ ദേ ടോളറേറ്റ്? അപ്പോൾ ഇനി ഇറ്റ്സ് നോട്ട് അബൌട്ട് ബാറ്റിൽസ്, ഇറ്റ്സ് ഓൾ അബൌട്ട് ഹി ഈസ് ഗോയിങ് ടു ഫോർ ആൻ ഓൾ ഔട്ട് വാർ. ഹി ഡിക്ലെയർഡ് എ വാർ അഗെയിൻസ്റ്റ് ദ സിസ്റ്റം. സോ കുറച്ച് ഇതുവരെ വന്ന ഈ ഒരു ദൃശ്യം പാറ്റേണിന് കുറച്ചുകൂടെ എന്താണ് ഒരു വയലൻറ്റ് നേച്ചർ, നോട്ട് ബ്ലഡ് ഷെഡ് എന്നല്ല ഞാൻ വയലൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കുറച്ചുകൂടെ ഫാസ്റ്റ് പേസ്ഡും. ഇനി സേഫ് സോണൊന്നും പിടിച്ച് കാര്യമില്ല, തല മാത്രം പോരാ, ഇനി കുറച്ച് ഗട്ട്സും പുറത്ത് കാണിക്കണം എന്നുള്ള രീതിയിലേക്കൊക്കെ ആയിരിക്കും ദൃശ്യം 4 പോവുക. ഏത് പ്ലോട്ട് ലൈനിലേക്ക് പോയാലും പടത്തിന് ഒരു കാമ്പുണ്ടായാൽ മതി. 4th പാർട്ട് വരികയാണെങ്കിൽ അങ്ങനെയാണ് മാത്രം ഇറക്കുക. കണ്ടറിയാം എന്തെങ്കിലുമൊക്കെ ആവട്ടെ. 4 ഇറക്കിയിട്ടുള്ള ഒരു റെപ്യൂട്ടേഷൻ ഈ ഫ്രാഞ്ചൈസീൻ്റെ പോക്കരുത് എന്നാണ്. സോ ശ്രുതി നന്നാകുമ്പോൾ പാട്ട് നിർത്താവുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് നല്ല ശ്രുതി ഇനിയും മീട്ടാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മീട്ടുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും കണ്ടിന്യൂ ചെയ്ത് പാടരുതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ദൃശ്യം 3 സ്പോയിലർ ഫ്രീ റിവ്യൂ ഇവിടെ നിർത്തുകയാണ്. സോ പടം കണ്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? എന്തായാലും ഒബ്വിയസ്ലി മിക്സഡ് ഒപ്പീനിയൻസ് ആണ് വരിക. നെഗറ്റീവ് അത്ര രീതിയിൽ വരുന്നില്ലെങ്കിലും മിക്സഡ് ഒപ്പീനിയൻസ് ഓർ അബവ് ബിലോ ആവറേജ് ഒപ്പീനിയൻസ് ആണ് മെജോറിറ്റി വരുന്നത്. സോ വിച്ച് ഈസ് റീസണബിൾ. കാരണം അത്രത്തോളം ഒരു ഇമോഷനായ ഒരു ഫ്രാഞ്ചൈസിയാണ്. സോ നിങ്ങൾ കണ്ടവരാണ് നിങ്ങളുടെ അഭിപ്രായം പറയുക. സോ മറ്റൊരു വീഡിയോ വരുന്ന ജോൺ ഫ്ലിക് സൈനിങ് ഓഫ് ഫ്രം MC Nicolopedia.